Dear students, welcome to third part of review of C++ program. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. It is used for alter or modify the sequence execution of a program code. Program കോഡിന്റെ സീക്വൻസ് എക്സിക്യൂഷനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിന് പറയുന്ന പേരാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. അതായത് പ്രോഗ്രാം എപ്പോഴും മുകളിൽ നിന്ന് ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ആ എക്സിക്യൂഷനിൽ നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യണം, പ്രോഗ്രാം കോഡിന് ഫോക്കസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്ന, മുകളിൽ താഴേക്ക് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം കോഡിനെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഫ്ലോ തിരിച്ചുവിടേണ്ടി വരും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കുറേയായി ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെ നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റിൽ സബ് വരുന്നത് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ലൂപ്പ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നത് മെയിൻ രണ്ട് ടൈപ്പ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അങ്ങനെ രണ്ട് ടൈപ്പ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇനി ഇഫ് സ്റ്റേറ്റ്മെന്റ് വീണ്ടും ക്ലാസിഫൈ ചെയ്തു. സിമ്പിൾ ഇഫ്, ഇഫ് എൽസ്, ഇഫ് എൽസ് ഇഫ്. അങ്ങനെ 3 കാറ്റഗറീസിൽ എന്തുണ്ട്, ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എൻട്രി കൺട്രോൾ ലൂപ്പിൽ രണ്ട് ടൈപ്പ് ലൂപ്പ് ഉണ്ട്. ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ്. ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ ഒരു ലൂപ്പേ ഉള്ളൂ, ദാറ്റ് ഈസ് കോൾഡ് ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ഇത്രയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് ഹാസ് എ ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇതിനൊരു ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും, അതായത് ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ്ലി ഇറ്റ് ഇവാലുവേറ്റ് ദി കണ്ടീഷൻ. ആദ്യം എന്ത് ചെയ്യും, ആ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വാല്യൂ മേ ബി ട്രൂ ഓർ ഫാൾസ്. ആ കണ്ടീഷന്റെ റിസൾട്ട് വാല്യൂ എന്താകാം, ട്രൂ ആവാം അല്ലെങ്കിൽ ഫാൾസ് ആവാം. ഓക്കെ, ഇഫ് ഇറ്റ് ട്രൂ, അത് ട്രൂ ആവുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് ട്രൂ, അത് ട്രൂ ആകുന്നു എങ്കിൽ ദി ട്രൂ ബ്രാഞ്ച് വിൽ ബി എക്സിക്യൂട്ടഡ്. ആ പ്രോഗ്രാമിന്റെ ട്രൂ ബ്രാഞ്ച് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ്, അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഫാൾസ് ബ്രാഞ്ച് വിൽ ബി എക്സിക്യൂട്ടഡ്. ഫാൾസ് ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് എന്ത് വരുന്നത്, ഇഫ് സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ വരുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്ന സിമ്പിൾ ഇഫ് ആണ്. ഓക്കെ, ഈ സിമ്പിൾ ഇഫിന് ഒരു ബ്രാഞ്ചേ ഉള്ളൂ. ആ ബ്രാഞ്ച് എന്തായിരിക്കും, ട്രൂ ബ്രാഞ്ച് ആയിരിക്കും. നമ്മൾ ഫ്ലോ ചാർട്ട് പഠിച്ചപ്പോൾ ഈ ഒരു സിമ്പിള് പഠിച്ചിട്ടുണ്ട്. ഈ സിമ്പിളിന്റെ പേരാണ് റോംബസ്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി. ഓക്കെ, അപ്പൊ ഈ റോംബസിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു കണ്ടീഷൻ കൊടുക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്രാഞ്ചിലേക്ക് മൂവ് ചെയ്യും. ഏത് ഇഫിനകത്ത്, സിമ്പിൾ ഇഫിനകത്ത്. സിമ്പിൾ ഇഫിനകത്ത് ഒരു ബ്രാഞ്ച് മാത്രമേ ഉണ്ടാകൂ. ഓക്കെ, അതാണ് അതിന്റെ ഫ്ലോ ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ സിന്റാക്സ് നോക്കാം. എങ്ങനെയാണ് സിമ്പിൾ ഇഫിന്റെ സിന്റാക്സ് നോക്കാം. ഇഫ് ദെൻ കണ്ടീഷൻ വേണം. നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു, കണ്ടീഷൻ, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ദെൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് പറയും, സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്ത്, ഒരു സിമ്പിൾ ഇഫിനകത്ത് വരുന്ന സിന്റാക്സ്. ഇഫ് കണ്ടീഷൻ, ദെൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വർക്ക്ഔട്ട് ചെയ്യും. എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, എ ബി രണ്ട് വാല്യൂസാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ രണ്ട് വാല്യൂസിൽ ഏതാണ് വലുതെന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇഫ് കൊടുത്തു. ഇനി കണ്ടീഷൻ കൊടുക്കാൻ പോകുന്നു. കണ്ടീഷൻ എന്താണ്, എ എന്ന വാല്യൂ ആൻഡ് ബി എന്ന വാല്യൂ, ഇതിൽ വലുത് കണ്ടെത്തണം. അപ്പൊ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സി ഔട്ട് എ ഈസ് ഗ്രേറ്റർ എന്ന് പറയും.
ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ബ്രാഞ്ചേ പറഞ്ഞുള്ളൂ. ഏത്? കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആകും. ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ബ്രാഞ്ച്. ഫാൾസ് ആണോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യുന്നില്ല, ട്രൂ ആണെന്നോ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഒരു ബ്രാഞ്ച് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് സിമ്പിൾ ഇഫ്. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്തത് ഇഫ് എൽസ് ആണ്. ഇവിടെ 2 ബ്രാഞ്ചസ് വരുന്നുണ്ട്. റോംബസിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, കണ്ടീഷൻ പ്രൊവൈഡ് ട്രൂ ആണെങ്കിൽ ട്രൂ ബ്രാഞ്ചിലേക്ക് മൂവ് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ബ്രാഞ്ചിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇവിടെ 2 ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ സിന്റാക്സ് നോക്കാം. സിന്റാക്സ് പറയണം ഇഫ് നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 2 ബ്രാഞ്ചസ് ഉണ്ട്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ പറയും സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 1. ഓക്കെ, ഇനി അല്ലെങ്കിൽ എൽസ്, അതായത് ഫാൾസ് ബ്രാഞ്ചിൽ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. അതായത് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 വർക്ക് ചെയ്യും. ഓക്കെ, ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 വർക്ക് ചെയ്യും. ഇതാണ് ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ്. ഇനി അതിന് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഫസ്റ്റ് ബ്രാഞ്ച് സി ഔട്ട് എന്ന് പറഞ്ഞു എ ഈസ് ഗ്രേറ്റർ. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എൽസ് എന്തായിരിക്കും? സി ഔട്ട് ബി ഈസ് ഗ്രേറ്റർ. ഓക്കെ, ഇത് ട്രൂ ബ്രാഞ്ച്, ഇത് ഫാൾസ് ബ്രാഞ്ച്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന, ചെക്ക് ചെയ്ത് എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് ബ്രാഞ്ച് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ സെക്കൻഡ് ബ്രാഞ്ച് വർക്ക് ചെയ്യും. ഇതാണ് ഇഫ് എൽസ്. ഓക്കെ, നെക്സ്റ്റ് ഇഫ് എൽസ് ഇഫ് ആണ്. പിന്നെ മറ്റൊരു നിയമം നെസ്റ്റഡ് ഇഫ് ആണ്. അതായത് ഇഫിനകത്ത് ഇഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് പറയുന്ന പേരാണത് നെസ്റ്റഡ് ഇഫ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സിന്റാക്സ് ഇങ്ങനെയാണ്. ഇഫ് നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. സ്റ്റേറ്റ്മെന്റ് 1 എൽസ് ഇഫ്. ഇവിടെ നമ്മൾ അതിന്റെ കണ്ടീഷൻ കൊടുക്കുന്നു. കണ്ടീഷൻ കൊടുക്കുന്നു. ഓക്കെ, കണ്ടീഷൻ കൊടുത്തിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നു. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നു. വീണ്ടും നമ്മൾ എൽസ് ഇഫ് പറയുന്നു. എൽസ് ഇഫ്. ഓക്കെ, അതിന്റെ കണ്ടീഷൻ കൊടുക്കുന്നു. കണ്ടീഷൻ കൊടുക്കുന്നു. ഇനി ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നു. എത്ര സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ലാസ്റ്റ് നമ്മൾ ഒരു ഇഫ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ എൽസ് ഇവിടെ യൂസ് ചെയ്യാം. എൽസ് ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് n എന്ന് പറയുന്നു. ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 വർക്ക് ചെയ്യുന്നു. വീണ്ടും അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 വർക്ക് ചെയ്യുന്നു. വീണ്ടും അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 വർക്ക് ചെയ്യുന്നു. ഇനി അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ, താഴത്തെ കണ്ടീഷൻ ഒന്നുമല്ല എങ്കിൽ നമുക്ക് എവിടെ വർക്ക് ചെയ്യും? എൽസിൽ വർക്ക് ചെയ്യും. ആ സ്റ്റേറ്റ്മെന്റ് എന്നിൽ ആയിരിക്കും ഇവിടെ ലാസ്റ്റ് റിസൾട്ട് വരുന്നത്. എക്സാമ്പിൾ, കളർ എന്ന വാരിയബിൾ ഈക്വൽ ടു 6 ആണോ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, 6 ആണെങ്കിൽ സി ഔട്ട് എന്ത് പ്രിന്റ് ചെയ്യണം? റെഡ് എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇനി വീണ്ടും ചെക്ക് ചെയ്തു. ജി ആണോ ചെക്ക് ചെയ്യുന്നത്? ഇഫ് കളർ ഈക്വൽ ടു ജി ആണോ ചെക്ക് ചെയ്യുന്നത്.
ഓക്കെ ആണെങ്കിൽ സി ഔട്ട് എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഓക്കെ വീണ്ടും ചെക്ക് ചെയ്യുന്ന ഇഫ് കളർ ഈക്വൽ ടു ബി ആണോ ചെക്ക് ചെയ്യുന്നത്. ആണെങ്കിൽ സി ഔട്ട് ബ്ലൂ എന്ന് പറയുന്നു. ഓക്കെ ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ കൊടുത്തത് ആർ അല്ല, ജി അല്ല, ബി അല്ല, അല്ലെങ്കിൽ നമ്മൾ എവിടെ വാക്ക് ചെയ്യണം, എൽസിൽ വാക്ക് ചെയ്യണം. എൽസിൽ നമ്മൾ പറഞ്ഞു സി ഔട്ട് റോങ് ഇൻപുട്ട് എന്ന് പറഞ്ഞു. ഓക്കെ ഇതോടുകൂടി നെസ്റ്റഡ് ഇഫ് ആയി കഴിഞ്ഞു. ഓക്കെ എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം, ശ്രദ്ധിക്കുക. ഇഫ് കളറിന്റെ വാല്യൂ 6 ആണോ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ റെഡ് പ്രിന്റ് ചെയ്യും. ഓക്കെ ഇനി അതല്ല കളറിന്റെ വാല്യൂ ജി ആണോ നോക്കും, ആണെങ്കിൽ ഗ്രീൻ എന്ന് പ്രിന്റ് ചെയ്യും. ഇനി അതും അല്ലെങ്കിൽ കളറിന്റെ വാല്യൂ ബി ആണോ നോക്കും, ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും, ബ്ലൂ എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ ഇനി ഇതൊന്നും അല്ല, ആറല്ല, ജി അല്ല, ബി അല്ല, വേറെ ഏതോ ഒരു വാല്യൂ കൊടുത്തു. അപ്പൊ തീർച്ചയായിട്ടും എവിടെ വർക്ക് ചെയ്യും, എൽസിൽ വർക്ക് ചെയ്യുന്നത്. എന്താ വർക്ക് ചെയ്യുന്നത്, റോങ് ഇൻപുട്ട് എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ ഇതാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ നെക്സ്റ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്താണ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മൾട്ടി ബ്രാഞ്ചിങ് ഓപ്പറേഷൻ. മൾട്ടി ബ്രാഞ്ചിങ് ഓപ്പറേഷന് വേണ്ടി ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആൻഡ് ഈസ് ഓൺലി പെർഫോം ഓൺ ദി ഈക്വാലിറ്റി ഓപ്പറേഷൻ. ബട്ട് ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ മുകളിൽ വർക്ക് ചെയ്യുള്ളൂ, ഈക്വാലിറ്റിന്റെ മുകളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇഫ് സ്റ്റേറ്റ്മെന്റ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആയ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അതുപോലെ ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, എല്ലാ ഓപ്പറേഷന്റെ മുകളിലും എന്ത് വർക്ക് ചെയ്യും, ഈഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ബട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്തിന്റെ മുകളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ഈക്വാലിറ്റിന്റെ മുകളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ദാറ്റ്സ് എ പോയിന്റ്, ഓർത്തിരിക്കുക. ഓക്കെ ഇനി ഇതിന്റെ സിന്റാക്സ് നോക്കാം. സ്വിച്ച് വേരിയബിൾ ഓർ എക്സ്പ്രഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇത് നമ്മൾ കേസ് 1 എന്ന് പറയുന്നു. കേസ് 1 ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ഓക്കെ ദെൻ നമ്മൾ കേസ് 2 എന്ന് പറയുന്നു. ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് തീർന്നതിന് ശേഷം നമ്മൾ എന്ത് പറയുന്നു, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഓക്കെ ദെൻ ഇങ്ങനെ നമുക്ക് എത്ര കേസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, കേസ് 1, കേസ് 2, കേസ് 3 അത്രയും കൊടുക്കാൻ പറ്റും. ഓക്കെ ഇനി മുകളിൽ പറഞ്ഞ കേസ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കീവേഡ് യൂസ് ചെയ്യണം, ഡിഫാൾട്ട് സ്റ്റേറ്റ്മെന്റ് n എന്ന് പറയും. ഓക്കെ ദെൻ നെക്സ്റ്റ് നമ്മൾ സ്വിച്ചിന് വേണ്ടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ എല്ലാ കീവേഡ്സും സ്മാൾ ലെറ്റർ ആയിരിക്കണം. ഓക്കെ ഇവിടെ കീവേഡ്സ് ഞാനൊന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. സ്വിച്ച്, കേസ്, ബ്രേക്ക്, ഡിഫാൾട്ട്, എല്ലാ കീവേഡുകളും സ്മാൾ ലെറ്ററിൽ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ അപ്പൊ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ്. ഓർത്തിരിക്കുക, സ്വിച്ച് ഓഫ് വാരിയബിൾ ഓർ എക്സ്പ്രഷൻ. സ്വിച്ചിന്റെ കേസ് 1 ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 വർക്ക് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഓക്കെ സ്വിച്ചിന്റെ കേസ് 2 ആണ് ചെക്ക് ചെയ്യും, ആണെങ്കിൽ എന്ത് വർക്ക് ചെയ്യും, 2 എന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഓക്കെ ഇഫിന്റെ എൽസിന് പകരമാണ് സ്വിച്ചിൽ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിഫാൾട്ട് യൂസ് ചെയ്തിരിക്കും. ഓക്കെ ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. തൊട്ടു മുന്നേ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റിൽ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ആർ എന്ന് കൊടുക്കുകയാണെങ്കിൽ റെഡ് എന്ന് പ്രിന്റ് ചെയ്യണം, ജി എന്ന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ എന്ന് പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു പ്രോഗ്രാം നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഒരു വാരിയബിൾ ഉണ്ടാക്കുന്നത് ക്യാർ കളർ എന്നൊരു വാരിയബിൾ. ഓക്കെ ദെൻ നമ്മൾ സ്വിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, സ്വിച്ച് ഓഫ് കളർ.
ഇവിടെ സ്വിച്ചിന്റെ കേസായിട്ട് എന്ത് വരണം? കളർ വരണം. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇനി നമ്മൾ അതിന് ഫസ്റ്റ് കേസ് ചെക്ക് ചെയ്യുന്നത്. കേസ് ആറാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, കേസ് ആറാണോ ചെക്ക് ചെയ്ത്. നെക്സ്റ്റ് ആ കേസ് ആറാണെങ്കിൽ നമ്മൾ പറയുന്ന സി ഔട്ട് റെഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അത് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് യൂസ് ചെയ്യണം. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്ത കേസ് ഇവിടെ നമ്മൾ കേസ് ജി ആണോ നോക്കുന്നു. കേസ് ജി ആണെങ്കിൽ നമ്മൾ പറയുന്ന സി ഔട്ട് ഗ്രീൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ആ കേസിന്റെ ബ്രേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ബ്രേക്ക്. ദെൻ അടുത്ത കേസ്, ലാസ്റ്റ് കേസ് ബി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ആണെങ്കിൽ സി ഔട്ട് നമ്മൾ പറയുന്നത് ബ്ലൂ എന്ന് പറയും. ഓക്കെ, ഇവിടെ കേസ് എന്തൊക്കെ വരാം? ഇവിടെ കേസ് എന്തൊക്കെ വരാം? റെഡ്. ഇവിടെ കേസ് എന്തൊക്കെ വരാം? ആറ് വരാം, ജി വരാം, ബി വരാം. ഓക്കെ, ആ 3 കേസ് വരികയാണെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആറ് വരികയാണെങ്കിൽ റെഡ് വർക്ക് ചെയ്യും, ജി വരാണെങ്കിൽ ഗ്രീൻ വർക്ക് ചെയ്യും, ബി വരുന്നുണ്ടെങ്കിൽ ബ്ലൂ എന്ന് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇതിൽ അല്ലാത്തൊരു വാല്യൂ നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അതെവിടെ വർക്ക് ചെയ്യണം? ഡിഫാൾട്ട് വർക്ക് ചെയ്യണം. ഡിഫാൾട്ട് എന്താ പറയേണ്ടത്? സി ഔട്ട് നമ്മൾ പറഞ്ഞു റോങ് ഇൻപുട്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൽസ് പകരം ഈഫില് എൽസിന് പകരം നമ്മൾ ഡിഫാൾട്ട് യൂസ് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് വൺ നമ്മൾ സ്വിച്ചിന് വേണ്ടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നു. ആ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു വാരിയബിൾ, ആ വാരിയബിൾ ആണ് സ്വിച്ചിന്റെ കേസായി വരുന്നത്. ആ കേസിൽ എന്ത് വരാം? ആറ് വരാം, ജി വരാം, പി വരാം. ഈ 3 വാല്യൂസ് വരുന്നുള്ളൂ. 3 വാല്യൂസ് അല്ലാത്തതൊന്ന് വന്നു കഴിഞ്ഞാൽ എവിടെ വർക്ക് ചെയ്യും? ഡിഫാൾട്ടിൽ വർക്ക് ചെയ്യും. ഓക്കെ, അടുത്ത സെക്ഷൻ കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ ആണ്. C++ നമുക്ക് തരുന്ന ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണ് ഈ ടെർണറി ഓപ്പറേറ്റർ. ഈ ടെർണറി ഓപ്പറേറ്ററിൽ 2 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതായത് 2 സിമ്പിൾസ്, ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടായിരിക്കും, ഒരു കോളൻ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോ റിസൾട്ട് കാണുന്നു വിചാരിച്ചോളൂ. റിസൾട്ട് കാണുന്ന ഒരു ഓപ്പറേഷൻ. റിസൾട്ട് എന്ന വാരിയബിൾ നമ്മുടെ കയ്യിലുണ്ട്. റിസൾട്ട് ഈക്വൽ ടു നമുക്ക് പറയാം ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 നമ്മൾ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ പറഞ്ഞു പാസ്ഡ്, ദെൻ കോളൻ അല്ലെങ്കിൽ ഫെയിൽഡ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ ടെർണറി ഓപ്പറേറ്റർ. അതായത് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് കഴിഞ്ഞാൽ ഇതിന് 2 ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഓക്കെ, ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് എക്സ്പ്രഷൻ ആർക്ക് കിട്ടും? റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ സെക്കൻഡ് എക്സ്പ്രഷൻ ആർക്ക് കിട്ടും? റിസൾട്ടിന് അവൈലബിൾ ആവും. ഓക്കെ, അപ്പൊ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന, കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ പാസ്ഡ് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യും. ഫാൾസ് ആണെങ്കിൽ ഫെയിൽഡ് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ എനിവേ റിസൾട്ടിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഇത് നമുക്ക് പറയുന്നത് ടെർണറി ഓപ്പറേറ്റർ. ഇതിന്റെ 3 ഓപ്പറൻസ് വേണം. ഓക്കെ, അടുത്ത പോയിന്റ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഐറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്? ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് that is continuously repeated until a certain condition is reached. Okay, ഏതെങ്കിലും ഒരു കണ്ടീഷൻ എത്തുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷനെ പറയുന്ന പേരാണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്.
വൺസ് അഗൈൻ എന്തെങ്കിലും ഒരു കണ്ടീഷൻ എത്തുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് കാൾഡ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി ഏത് ലൂപ്പിലും വരുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ലൂപ്പിലെ എലമെന്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ലൂപ്പ് കൺട്രോൾ വാരിയബിൾ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ നോർമൽ വാരിയബിൾ. ഏത് ലൂപ്പിലും ഒരു വാരിയബിൾ ഉണ്ടായിരിക്കും. ആ വാരിയബിളിന് പറയുന്ന പേരാണ് ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. ഓക്കെ, ദ നെക്സ്റ്റ്, ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ഡിഫൈൻസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി ലൂപ്പ്. ലൂപ്പിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, താഴെ എക്സാമ്പിൾ ഉണ്ട്, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. എന്താണ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഡിറ്റർമൈൻ ചെയ്ത് നോക്കാം. ഡിറ്റർമൈൻ ദി എൻഡ് ഓഫ് ലൂപ്പ് ബേസ്ഡ് ഓൺ ദി കണ്ടീഷൻ. ഒരു കണ്ടീഷൻ അനുസരിച്ച്, അതാണല്ലോ ടെസ്റ്റ് എക്സ്പ്രഷൻ, ആ കണ്ടീഷൻ അനുസരിച്ച് ലൂപ്പ് ഏതൊരു വർക്ക് ചെയ്യണം എന്ന് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടെസ്റ്റ് എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കണ്ടീഷൻ എന്തുണ്ടായിരിക്കും? റിസൾട്ട് ഉണ്ടായിരിക്കും. അതെന്താവാം? ട്രൂ ആവാം, അല്ലെങ്കിൽ എന്താവാം? ഫാൾസ് ആവാം. ഓക്കെ, ലൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ഏതെല്ലാം സമയത്ത് ട്രൂ കാണുന്നോ ആ ടൈമിലേക്ക് എന്ത് ചെയ്യും? എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, എപ്പോഴാണോ ഫാൾസ് കാണുന്നത് അപ്പോഴെന്താവും? ആ ലൂപ്പ് ടെർമിനേറ്റ് ആവും. ഓർത്തിരിക്കുക, ഇവിടെയുള്ള ലൂപ്പില് ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഫാൾസ് കാണുന്നത് അപ്പം ടെർമിനേറ്റ് ആവും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടെസ്റ്റ് എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബോഡി ഓഫ് ലൂപ്പ് ആണ്. എന്താണ് ബോഡി ഓഫ് ലൂപ്പ്? നമുക്ക് എന്താണോ ലൂപ്പിനകത്ത് വർക്ക് ചെയ്യേണ്ടത് അതാണ് എന്ത് പറയുന്നത്? ബോഡി ഓഫ് ലൂപ്പ് പറയുന്നത്. ദി സ്റ്റേറ്റ്മെന്റ് ടു ബി എക്സിക്യൂട്ടഡ്. എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ എവിടെ പ്രൊവൈഡ് ചെയ്യണം? ബോഡിക്കകത്ത് പ്രൊവൈഡ് ചെയ്യണം. ലൂപ്പിന്റെ ബോഡിക്കകത്ത് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആണ്. അപ്ഡേറ്റ് ദി ലൂപ്പ് വാരിയബിൾ ഇൻ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്രം ബിഗിനിങ് ടു എൻഡ്. അതായത് ലൂപ്പ് വാരിയബിൾ ഒരു പൊസിഷനിൽ മാത്രം ഇരുന്നാൽ പോരാ, അടുത്ത പൊസിഷനിലേക്ക് ജമ്പ് ചെയ്യണം. അപ്പോൾ ആ ലൂപ്പ് വാരിയബിളിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? ഫോർവേഡ് ആയിട്ടോ ബാക്ക്വേഡ് ആയിട്ടോ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 1 to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് 1ൽ നിന്ന് 2ലേക്ക് ജമ്പ് ചെയ്യണം, 2ൽ നിന്ന് 3ലേക്ക് ജമ്പ് ചെയ്യണം, അപ് ടു ഏതുവരെ എത്തണം? 10 വരെ എത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യണം. ലൂപ്പ് കൺട്രോൾ വാരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൂപ്സിനെ നമുക്ക് മെയിൻ ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എൻട്രി കൺട്രോൾ ലൂപ്പ് ആണ്. സെക്കൻഡ് വൺ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണ്. ഓക്കെ, അപ്പൊ മെയിൻ ക്ലാസിഫിക്കേഷൻ രണ്ടെണ്ണമാണ്, എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഓക്കെ, എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ് നോക്കാം. ഹിയർ ഫസ്റ്റ്ലി എക്സിക്യൂട്ട് ദി ടെസ്റ്റ് എക്സ്പ്രഷൻ. ഈ എൻട്രി കൺട്രോൾ ലൂപ്പിൽ ആദ്യം നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്, അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്. ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് വർക്ക് ചെയ്യുള്ളൂ? ബോഡി ഓഫ് ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. അതാണ് എന്തിന്റെ പ്രത്യേകത? എൻട്രി കൺട്രോൾ ലൂപ്പിന്റെ പ്രത്യേകത. വൺസ് അഗൈൻ, ഇൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ഫസ്റ്റ്ലി എക്സിക്യൂട്ട്സ് ദി ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ ബോഡി ഓഫ് ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ട്സ്. അതാണ് എൻട്രി കൺട്രോൾ. എക്സാമ്പിൾ 2 ഉണ്ട്, ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണ്. എന്താണ് എക്സിറ്റ് കൺട്രോൾ? ഹിയർ ദി ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട്സ് അറ്റ് ഫസ്റ്റ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബോഡി ഓഫ് ലൂപ്പ് ആദ്യമേ ഫസ്റ്റിൽ ഒരു തവണ വർക്ക് ചെയ്യും. ദെൻ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റ്. അതിനുശേഷമേ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇൻ ദിസ് ടൈപ്പ് ഇഫ് ദി കണ്ടീഷൻ ഈസ് ട്രൂ ഓർ ഫാൾസ്, ഇതിനകത്ത് കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാലും ഫാൾസ് ആയി കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ലൂപ്പ് വർക്ക് ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത, എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ പ്രത്യേകത. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയി കഴിഞ്ഞാലും ഫാൾസ് ആയി കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ പ്രത്യേകത. ഓക്കെ, അതിന് എക്സാമ്പിൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് കാൾഡ് ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഫോർ ലൂപ്പ് നോക്കാം. ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് ഇങ്ങനെ വരുന്നത്: ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ,
then semicolon. Next, test expression, then semicolon, then update expression. Okay, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ബോഡി ഓഫ് ലൂപ്പ്, then ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇതാണ് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ്. ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, സെക്കൻഡ് ടെസ്റ്റ് എക്സ്പ്രഷൻ, തേർഡ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആൻഡ് ബോഡി ഓഫ് ലൂപ്പ്. ഇതാണ് അതിനകത്ത് വരുന്നത്, ഫോർ ലൂപ്പിനകത്ത് വരുന്ന സിന്റാക്സ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിന് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും എന്താണ്. ഓക്കെ, ഇന്റ് ഐ. ഈ ഐ ആണ് ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. ഇന്റ് ഐ ഇസ് എ ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. ഇത് നമ്മൾ പറയുന്നത് ഫോർ ഐ ഈക്വൽ ടു 1. then നമ്മൾ പറഞ്ഞ പോലെ സെമിക്കോളൻ, then I less than or equal to 10. that is a test expression. then semicolon, then update expression I++. ഈ ബ്രാക്കറ്റിനകത്ത് നമ്മൾ പറയുന്നത് ബോഡി ഓഫ് ലൂപ്പ്. നമ്മൾ 10 വരെ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് പറയും സി ഔട്ട് എന്ന് പറഞ്ഞു ഐ എന്ന് പറഞ്ഞു. ഓക്കെ, സി ഔട്ട് ഐ എന്ന് പറഞ്ഞു. then നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് 10 തവണ പ്രിന്റ് ചെയ്യും. ഫസ്റ്റ് ഐയുടെ വാല്യൂ 1 ആണ്. ആ 1നെ 10നോട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എല്ലായ്പ്പോഴും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അപ്പോൾ ഐ ഒന്ന് പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ എപ്പോഴത്തെ വാല്യൂ 1. പിന്നീട് എന്ത് ചെയ്യും, ഐനെ അപ്ഡേറ്റ് ചെയ്യും. ഐ 1 ആയിരുന്നു, 1++ പറഞ്ഞാൽ 2 ആയി. അപ്പൊ ഐയുടെ വാല്യൂ വീണ്ടും 2 ആയി. വീണ്ടും 2നെ ചെക്ക് ചെയ്യും, 10ആയിട്ട് ചെക്ക് ചെയ്യുന്ന ട്രൂ ആയിരിക്കും. 2 ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഐ പ്രിന്റ് ചെയ്യും. ഓക്കെ, ആ ഒരു ഓപ്പറേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആകുന്നത് വരെ. അതാണ് ഫോർ ലൂപ്പ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൈൽ ലൂപ്പാണ്. സിന്റാക്സ് പറയുന്ന ലൂപ്പ് കൺട്രോൾ വാരിയബിൾ ആ ഫസ്റ്റിൽ കൊടുക്കുന്നു. then initialization expression, then while condition, then while loop in the opening brackets in a body of a loop, then update expression, then bracket close ചെയ്യുന്നു. ഇതാണ് വൈൽ ലൂപ്പിന്റെ സിന്റാക്സ്. നോക്കുക, ഫസ്റ്റ് നമ്മൾ ലൂപ്പ് കൺട്രോൾ വാരിയബിൾ ഉണ്ടാക്കി. ആ ലൂപ്പ് കൺട്രോൾ വാരിയബിളിലേക്ക് നമ്മൾ സ്റ്റാർട്ടിംഗ് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ഇനി വൈൽ ലൂപ്പിനകത്ത് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തു. ദെൻ പ്രൊവൈഡ് ചെയ്ത് ബോഡി ഓഫ് ലൂപ്പ് പ്രൊവൈഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, അപ്ഡേറ്റ് എക്സ്പ്രഷൻസ് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇത് നമുക്ക് കറക്റ്റായിട്ട് എക്സാമ്പിളോടെ ചെയ്തു നോക്കാം. ഫസ്റ്റ് പോയിന്റ് വരുന്ന ലൂപ്പ് കൺട്രോൾ വാരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്റ് ഐ ഇസ് എ ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. അടുത്ത് പറയുന്നത് എന്താണ്, ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ആണ്. നമ്മൾ പറഞ്ഞു ഐയിലേക്ക് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ഐ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, 1 സ്റ്റാർട്ട് ചെയ്യണം. ലൂപ്പ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, 1 സ്റ്റാർട്ട് ചെയ്യണം. ഇനി എന്താ വരുന്നത്, ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആണ്. ടെക്സ്റ്റ് എക്സ്പ്രഷൻ എങ്ങനെ കൊടുക്കുന്നത്, വൈൽ ലൂപ്പിനകത്താണ്. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ബ്രാക്കറ്റ് ആണ്. ആ ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു, ബോഡി ഓഫ് ലൂപ്പ് കൊടുത്തു. ഇത് കൊടുത്തു ബോഡി ഓഫ് ലൂപ്പ്. ഇവിടെ നമ്മൾ പറഞ്ഞു സി ഔട്ട്
ഐനെ പ്രിന്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഐ പ്ലസ് പ്ലസ് ദെൻ സെമിക്കോളൻ. ഓക്കെ, ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്ത്? ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച എല്ലാ എലമെന്റ്സും ആയി കഴിഞ്ഞു. ഫസ്റ്റ് ഏതാണ്? ലൂപ്പ് കൺട്രോൾ വാരിയബിൾ, ദാറ്റ് ഇസ് ഐ. ദെൻ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ദെൻ ഐ ഈക്വൽ ടു 1 ഐയിലേക്ക് ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ വൈൽ ലൂപ്പിനകത്ത് എങ്ങനെ കൊടുത്തത്? വൈൽ ഐ ലെസ് ദാൻ ഈക്വൽ ടു 10. ഓക്കെ, ദെൻ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ദെൻ ബോഡി ഓഫ് ലൂപ്പ്, എന്താ ബോഡിക്കകത്ത് കൊടുക്കേണ്ടത്? ഐനെ പ്രിന്റ് ചെയ്യാനാണ്. അപ്പൊ സി ഔട്ട് ആയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ഐ ഫസ്റ്റ് 1 ആയിരുന്നു, അതെവിടെ എത്തിക്കണം? 10 വരെ എത്തിക്കണം. അപ്പൊ നമുക്ക് എന്തെയ്യണം? ഓരോ സ്റ്റെപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം. ഐ പ്ലസ് പ്ലസ്. ഓക്കെ, then നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത ക്ലോസ് ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റിനെ നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത്രയാണ് വൈൽ ലൂപ്പിന്റെ എക്സാമ്പിൾ. ഓക്കെ, അടുത്തത് ഡു വൈൽ ലൂപ്പാണ്. എന്താണ് ഡു വൈൽ ലൂപ്പ് നോക്കാം. ആദ്യം സിന്റാക്സ് നോക്കാം. ലൂപ്പ് കൺട്രോൾ വാരിയബിൾ, ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഡു. ഓക്കെ, ഡു കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ബോഡി ഓഫ് ലൂപ്പ്, ലൂപ്പിന്റെ ബോഡി കൊടുക്കുന്നു. ഓക്കെ, then നമ്മൾ കൊടുക്കുന്നത് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. അപ്ഡേറ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നു. ഓക്കെ, then നമ്മൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന? കണ്ടീഷൻ കൊടുക്കുന്നു. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ദെൻ സെമിക്കോളൻ. ഇതാണ് ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ഡിഫറൻസ് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ആദ്യം ലൂപ്പ് ബോഡി വർക്ക് ചെയ്യുന്നു. ഓക്കെ, പിന്നെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഐഡിയ കിട്ടും. ഇന്റ് എക്സ് എന്ന വേരിയബിൾ ആവട്ടെ. ഇന്റ് എക്സ്, then x equal to 1. x ലേക്ക് 1 പ്രൊവൈഡ് ചെയ്തു. then നമ്മൾ do നമ്മൾ പറഞ്ഞു see out x നെ പ്രിന്റ് ചെയ്തു. then നമ്മൾ x നെ അപ്ഡേറ്റ് ചെയ്യുന്നു. x പ്ലസ് പ്ലസ്. ഓക്കെ, then നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്ന. then while x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 then സെമിക്കോളൻ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ വേരിയബിൾ ഉണ്ടാക്കി ഇനീഷ്യലൈസ് ചെയ്തു. ഡു ചെയ്യാൻ പറഞ്ഞു. ഡു വൈൽ ഡു എന്താ ചെയ്യാൻ പറഞ്ഞത്? എക്സിനെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എക്സിനെ 1 പ്രിന്റ് ചെയ്യും. then അതിനെ അപ്ഡേറ്റ് ചെയ്യും, 2 ആവും. എന്നിട്ട് എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓക്കെ, ഈ ഓപ്പറേഷൻ ഇങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ? ഇത് ഫാൾസ് ആകുന്നത് വരെ. ഓക്കെ, ഇതാണ് ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ഇനി താഴെ ശ്രദ്ധിക്കുക. കമ്പാരിസൺ ബിറ്റ്വീൻ വൈൽ ലൂപ്പ് ആൻഡ് ഡു വൈൽ ലൂപ്പ് ആണ്. വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് വൈൽ ലൂപ്പാണ്. സെക്കൻഡ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഡു വൈൽ ലൂപ്പാണ്. ഓക്കെ, ഇൻഡ് ഐ കോമൺ. I equal to 1, I equal to 1 is a common. Then next while. ഇവിടെ നമ്മൾ കണ്ടീഷൻ ആദ്യം കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടീഷൻ ലാസ്റ്റ് കൊടുത്തു. ഓക്കെ, ഇവിടെ കണ്ടീഷൻ കൊടുത്തതിന് ശേഷം ബോഡി ഓഫ് ലൂപ്പ്. ഓക്കെ, ഇവിടെ ആദ്യം ബോഡി ഓഫ് ലൂപ്പ് then കണ്ടീഷൻ. ഇതാണ് വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പുമുള്ള മെയിൻ ഡിഫറൻസ്. ഓക്കെ, അടുത്ത പോയിന്റ് നെസ്റ്റഡ് ലൂപ്പ് ആണ്. എന്താണ് നെസ്റ്റഡ് ലൂപ്പ്? എ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ് ഈസ് കാൾഡ് നെസ്റ്റഡ് ലൂപ്പ്. ഒരു ലൂപ്പ് മറ്റൊരു ലൂപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. നമ്മൾ ഒരു ഈഫ് മറ്റൊരു ഈഫിനകത്ത് വന്നു കഴിഞ്ഞാൽ നെസ്റ്റഡ് ഈഫ് എന്ന് പറയും. ഇതുപോലെ ഒരു ലൂപ്പ് മറ്റൊരു ലൂപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. ഓക്കെ, ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു സ്റ്റാർ പാറ്റേൺ. ഈ സ്റ്റാർ പാറ്റേൺ പ്രിന്റ് ചെയ്യാൻ നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഓക്കെ,
ലൂപ്പ് നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ വാരിയബിൾസ് 2 വാരിയബിൾസ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഫസ്റ്റ് i = 1 5 വരെ വാക്ക് ചെയ്യും. ഓക്കെ, അതിനകത്ത് മറ്റൊരു ലൂപ്പ് j ≤ 5. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഔട്ടർ ലൂപ്പ് ട്രൂ ആകുന്നു. ദെൻ നെക്സ്റ്റ് അത് എങ്ങോട്ട് ജമ്പ് ചെയ്യുന്ന ഇന്നർ ലൂപ്പിലേക്ക് ജമ്പ് ചെയ്യും. ഇന്നർ ലൂപ്പ് വാക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഫാൾസ് ആവുന്ന വീണ്ടും ഔട്ടർ ലൂപ്പിലേക്ക് ജമ്പ് ചെയ്യുന്നു. ഓക്കെ, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് പറയുന്നത് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്? Jump statements are used to transfer or focus the program control from one place to another place. അതായത് ഒരു പ്രോഗ്രാമിന്റെ കൺട്രോൾ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, C++ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തരുന്നുണ്ട്. ഏതൊക്കെ നോക്കാം. First one, go to statement. Second one, break statement. Third one, continue statement. And last one, return statement. Okay. ഇനി എന്താണ് go to statement നോക്കാം. Go to statement is an unconditional jump. It's a point. ഒരു unconditional jump statement ആണെന്ത് go to. By this we can focus or transfer to anywhere in the program. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഏത് ഭാഗത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും? ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഹാസ് എ ലാബൽ. അതിനെന്തുണ്ടായിരിക്കും? ഒരു ലാബൽ ഉണ്ടായിരിക്കും. ആ ലാബൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? എവിടെ മുതൽ ഇനി എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് എന്ത് തീരുമാനിക്കുന്നത്? ലാബൽ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയാണോ ആ ലാബിൽ കാണുന്നത് ആ ലാബിൽ മുതൽ വീണ്ടും എന്ത് ചെയ്യും? അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുണ്ടായിരിക്കും? ഒരു ലാബൽ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇന്റ് x = 1. x എന്ന വാരിയബിളിലേക്ക് 1 നമ്മൾ സ്റ്റോർ ചെയ്തു. ദെൻ പറയുന്ന നമ്മളൊരു ലാബൽ കൊടുക്കുന്നു. സ്റ്റാർട്ട് എന്നൊരു ലാബൽ കൊടുക്കുന്നു. ഓക്കെ, ആ സ്റ്റാർട്ട് എന്ന ലാബിലിന് അണ്ടറിൽ cout i എന്ന് പറയുന്നു. cout i എന്ന് പറയുന്നു. നെക്സ്റ്റ് i എന്ന വാരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ഡേറ്റ് ചെയ്യുന്നു. i++ അപ്ഡേഷൻ. ദെൻ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. ഇഫ് i less than or equal to 10 എന്ന കണ്ടീഷൻ കൊടുക്കുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഗോ ടു സ്റ്റേറ്റ്മെന്റ് പറയും. ഗോ ടു എങ്ങോട്ട്? സ്റ്റാർട്ടിലേക്ക് ജമ്പ് ചെയ്യാൻ പറയും. ഓക്കെ, ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ 10 വരെ പ്രിന്റ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? 10 വരെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഐയുടെ വാല്യൂ 1 ആണ്. പിന്നെ ഒരു ലാബലാണ്. ഇതിന് പറയുന്ന പേരാണ് ലാബൽ. ഓക്കെ, ലാബൽ എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങോട്ട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ ആദ്യം i ഒന്ന് പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 1 ആയിരുന്നു. 1 പ്രിന്റ് ചെയ്യും. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ശേഷം എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ ഗോ ടു. ഇഫ് i less than or equal to 10 ആണെങ്കിൽ ഗോ ടു സ്റ്റാർട്ട്. വീണ്ടും കൂടി ജമ്പ് ചെയ്യും. സ്റ്റാർട്ടിലേക്ക് വരും. സ്റ്റാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്താ കാണുന്നത്? അതിനെ പ്രിന്റ് ചെയ്യാൻ പറയും. അതിന്റെ അപ്പുറത്തെ വാല്യൂ 2 ആയിരിക്കും. അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, പ്രിന്റ് ചെയ്ത ഉടനെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് വീണ്ടും എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. ട്രൂ ആയിരിക്കും. ട്രൂ ആകുമ്പോൾ വീണ്ടും ഗോ ടു സ്റ്റാർട്ട്. സ്റ്റാർട്ട് വീണ്ടും ആക്കി. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഓക്കെ, അതാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്. അടുത്തത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സ്വിച്ച് കേസ് പഠിച്ചപ്പോൾ നോക്കിയതാണ്. ഇവിടെ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ലൂപ്പിനകത്തും യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ബ്രേക്ക് ഒരു ബ്രേക്ക് ദി കണ്ടിന്യൂസ് ലൂപ്പ് എക്സിക്യൂഷൻ. ലൂപ്പിൽ യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ലൂപ്പിനെ പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. ഇന്റ് x
for x equal to 1, x less than or equal to 10, x plus plus. ഇതിനകത്ത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് Cout എക്സിനെ പ്രിന്റ് ചെയ്യുന്നു. എക്സിനെ പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ചെയ്ത ഉടനെ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. ഇഫ് എക്സ് ഈക്വൽ ടു 5 ആണെന്ന് നോക്കാം. ആണെങ്കിൽ എന്ത് പറയാം? ബ്രേക്ക് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഓപ്പറേഷൻ എത്തുവരെ പ്രിന്റ് ചെയ്യുള്ളൂ? 5 വരെ പ്രിന്റ് ചെയ്യൂ. കാരണം എക്സിന്റെ വാല്യൂ അയോട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഏതുവരെ എത്താം? 10 വരെ എത്താം. ബട്ട് എപ്പോഴാണോ എക്സിന്റെ വാല്യൂ 5 കാണുന്നത് അപ്പൊ എന്ത് ചെയ്യാൻ പറയും? ബ്രേക്ക് ചെയ്യാൻ പറയും. അപ്പൊ ഇത് പ്രിന്റ് ചെയ്യുന്ന എന്തായിരിക്കും? ഔട്ട്പുട്ട് വിൽ ബി എന്തായിരിക്കും? 1 2 3 4 5 കണ്ട ഉടനെ ബ്രേക്ക് ചെയ്യുന്നത്, പിന്നെ മുന്നോട്ട് പോകില്ല. അപ്പൊ ടെർമിനേറ്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അടുത്തത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് കോഡ് വിത്തിൻ ദി ബോഡി ലൂപ്പ്. ബോഡി ലൂപ്പിലെ ഒരു പാർട്ടിനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതിന്റെ ഫോഴ്സിംഗ് ടു നെക്സ്റ്റ് ഐറ്ററേഷൻ. എന്നിട്ട് സ്കിപ്പ് ചെയ്തതിനു ശേഷം അടുത്ത ഐറ്ററേഷൻ വഴി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ കണ്ടിന്യൂ. തൊട്ട് മുകളിൽ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്തു. അതിന് പകരം ആ പ്ലേസിൽ എന്ത് യൂസ് ചെയ്യുക? കണ്ടിന്യൂ യൂസ് ചെയ്യുക. ഓക്കെ, ഇത് ഔട്ട്പുട്ട് എങ്ങനെ നോക്കാം? സ്കിപ്പ് ചെയ്യുന്ന ഒരു വാല്യൂ സ്കിപ്പ് ചെയ്യും. അപ്പൊ സ്കിപ്പ് ചെയ്യുന്ന എങ്ങനെയാണ്? 1 മുതൽ 10 വരെ മൂവ് ചെയ്യാൻ ശ്രമിക്കും. എപ്പോഴാണോ 5 കാണുന്നത് അപ്പൊ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഔട്ട്പുട്ട് വിൽ ബി ആയിരിക്കും 1 2 3 4. 5നെ സ്കിപ്പ് ചെയ്യും. ദെൻ 6 7 8 9 ദെൻ 10. അപ്പം ഇവിടെ നമ്മൾ എന്ത് സ്കിപ്പ് ചെയ്തു? 5നെ സ്കിപ്പ് ചെയ്തു. അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ആൻഡ് ഈ ചാപ്റ്റർ ലാസ്റ്റ് പോയിന്റ് ആണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിട്ടേൺ ദി വാല്യൂ ഫ്രം വൺ ഫംഗ്ഷൻ ടു അനദർ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനിൽ നിന്ന് വാല്യൂ മറ്റു ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് this video.